മലയാളം കേരള പാഠാവലിയിലെ ഉള്ളിലാണ് എപ്പോഴും ഉന്മതാൻ എന്ന പോലെ എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ ഒറ്റ വീഡിയോയിൽ പഠിക്കുകയാണ്. അതിൽ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് റെസിഡൻറ്റ് എഡിറ്ററാണ്. വീക്കെൻഡിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന പാഠഭാഗം പത്രമാധ്യമ രംഗത്തുള്ള ചുരുക്കം ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന നർമ്മമധുരമായിട്ടുള്ള ആക്ഷേപഹാസ്യ രചനയാണ്. അതിൽ കഥ ഇങ്ങനെയാണ്. പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരു ഇടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ്വര അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യങ്കാളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ പരമ്പര കേട്ടിട്ട് അതിനെക്കുറിച്ച് ദിവസവും പത്രത്തിൽ അരക്കോളത്തിൽ എഴുതുക, ഇങ്ങനെയൊക്കെയുള്ള ശരീരം അനങ്ങാത്ത ജോലികളായിരുന്നു വെങ്കടേശ്വര അയ്യങ്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വർഷങ്ങളായിട്ട് താൻ പണിയെടുത്തിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആയില്ല എന്നൊരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി നഗരത്തിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ വരവ് കവർ ചെയ്ത വെങ്കടേശ്വര അയ്യങ്കാർക്ക് പുണ്യതീർത്ഥ സ്വാമികൾ കുറച്ച് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 മാസം അയാൾ സമാധാനത്തിൽ ജീവിച്ചു. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ചീഫ് റിപ്പോർട്ടർ ആയില്ലല്ലോ എന്നൊരു ദുഃഖം കടന്നുകൂടി. അങ്ങനെ തന്റെ പ്രൊമോഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് പുണ്യതീർത്ഥ സ്വാമികളുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. സ്വാമിയെ കാണാൻ മുകളിലേക്ക് പോകുന്നതിനിടയിൽ ഒരു അൽസേഷ്യൻ പട്ടി അദ്ദേഹത്തിന് മേലേക്ക് ചാടുന്നുണ്ട്. വെങ്കടേശ്വര അയ്യങ്കാർ ഒന്നും നോക്കാതെ തന്റെ മുണ്ടൂരി പട്ടിയുടെ മുഖത്തേക്ക് എറിയുന്നുണ്ട്. അടിയിലിട്ടിരുന്ന കൗബീനവും ഷർട്ടും കോട്ടും തലപ്പാവും ധരിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശ്വരനെ കണ്ടിട്ട് പത്രസ്വാമി ഒരു നിമിഷം അന്താളിച്ചു പോവുകയാണ്. പട്ടി കടിച്ചു മുറിച്ചിട്ട മുണ്ട് കണ്ടിട്ട് പത്രസ്വാമി വെങ്കടേശ്വരനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ വെങ്കടേശ്വര അയ്യങ്കാർ പറയാണ്, എനിക്ക് ചീഫ് റിപ്പോർട്ടർ ആവണം. അപ്പോൾ അത് നിനക്ക് ചെറിയൊരു പോസ്റ്റാണ്, ഈ നിമിഷം മുതൽ മരണം വരെ നീ എൻ്റെ പത്രത്തിലെ റെസിഡൻറ്റ് എഡിറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിപ്പിക്കുന്നത്. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഒരു കവിതയാണ്. PN ഗോപികൃഷ്ണന്റെ ഇടിക്കാലൂരി പഴമ്പട്ടടി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിലെ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന കവിത. ഒരാൾക്ക് തൻ്റെ മൊബൈലിലേക്ക് ഒരു തമാശ മെസ്സേജ് ഇങ്ങനെ വരികയാണ്. തൻ്റെ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച ആഖ്യാതാവിന് അത് കിട്ടിയ പാടെ മറ്റൊരാളിലേക്ക് അയക്കാനുള്ള തിടുക്കമാണ് ഉണ്ടായത്. ആ ഒരു തിടുക്കം കാരണം വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതുപോലെയും അങ്ങനെ തന്നെ സ്വകാര്യത പോലും മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു തിടുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയതുപോലെയും കാലിൽ ചെരുപ്പ് ഇക്കിളിയിടുന്നത് പോലെയും ഒക്കെ തോന്നി. ആ ഒരു ചെറിയ മെസ്സേജ് ഒരു വ്യക്തിയുടെ ചിന്തയെയും വികാരത്തെയും ശാരീരിക അവസ്ഥകളെ പോലും മാറ്റിമറിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിൽ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു തമാശ ആർക്കും അയക്കാതെ തൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ വയ്ക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ആരെയും അറിയിക്കാതിരുന്നാൽ ഒരുപക്ഷെ ആ തമാശ വലിക്കും, പുളിക്കും, ചീയും. അതുകൊണ്ട് ആ തമാശ 150 പേർക്ക് അയാൾ അയച്ചു കൊടുത്തു. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടുക എന്നാൽ 150 പേരെ ഊട്ടിയ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ 150 പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരാവും? നിങ്ങൾ 150 വായനക്കാരുടെ കർത്താവാകുന്നു, 150 സിനിമകളിലെ ഹാസ്യതാരമാകുന്നു, 150 ലോകങ്ങളുടെ ഉടമയാകുന്നു. അതായത് സ്വന്തം വ്യക്തിത്വത്തിലുപരി മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നു. ഒരു ഐറണിയുടെ സ്വഭാവം പുലർത്തുന്ന സമകാലിക കേരളീയ സമൂഹത്തിന്റെ മുഖം പ്രദർശിപ്പിക്കുന്ന ഒരു കവിതയാണ് അന്നന്നത്തെ മോക്ഷം. അടുത്തത് തേൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. സെമി കപ്ലനോഗു സംവിധാനം ചെയ്ത ടർക്കിഷ് സിനിമയായിട്ടുള്ള ബാലിന്റെ മലയാള വിവർത്തനമാണ് തേൻ. വിജയകുമാർ ബ്ലാത്തൂരാണ് ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത്. അന്തർമുഖനും ഏകാഗിയുമായ യൂസഫ് എന്ന 6 വയസ്സുകാരനും അവൻ്റെ അച്ഛൻ യാക്കൂബും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണിത്. തേനീച്ച വളർത്തുകാരനായ യാക്കൂബിൻ്റെ തേനീച്ചകൾ ഒരു ദിവസം അപ്രത്യക്ഷമാകുകയും ആ തേനീച്ചകളെ തേടി അയാൾ കാടിനുള്ളിലേക്ക് പോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന യൂസഫിൻ്റെ മാനസിക സംഘർഷങ്ങളാണ് ഈ കഥ. ഒരു വലിയ മരക്കൊമ്പിൽ തേനെടുക്കാനായി വലിഞ്ഞു കയറുകയും ആ മരക്കൊമ്പ് അടർന്ന് കയറിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്ന തൻ്റെ അച്ഛനെ സ്വപ്നം കാണുന്ന യൂസഫിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് പാഠഭാഗം തുടങ്ങുന്നത്. ആ സ്വപ്നം അവൻ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യൂസഫ് എന്ന് പറയുന്ന 6 വയസ്സുകാരൻ ഒരു വിക്കുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന കുട്ടിയായിരുന്നു. അവന് ക്ലാസ്സിൽ ഉറക്കെ പാഠഭാഗങ്ങൾ വായിക്കാൻ പറ്റില്ലായിരുന്നു. ഒരു വാക്കിനപ്പുറം പറയാൻ അവന് കഴിയുമായിരുന്നില്ല. മന്ത്രിക്കുന്നത് പോലെ സംസാരിച്ചാൽ മാത്രമേ അവൻ പറയുന്നത് വ്യക്തമാകുകയുള്ളൂ. അവൻ്റെ അച്ഛൻ അവനോട് സംസാരിക്കുന്നത് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയോട് പോലും അവന് അടുപ്പമില്ല. ഈ ലോകത്ത് അവനെ തിരിച്ചറിഞ്ഞത് അവൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. സ്കൂളിലാണെങ്കിൽ അവന് കൂട്ടുകാരില്ല. നന്നായി പാഠം വായിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബാഡ്ജുകൾ ഇട്ട് വെച്ച സ്ഫടികപാത്രം അവൻ എപ്പോഴും കൗതുകത്തോടു കൂടിയാണ് നോക്കാറുള്ളത്. ഒരു ദിവസം തൻ്റെ അച്ഛൻ പണിപ്പുരയിൽ വെച്ച് ഒരു മരക്കഷ്ണം ചെത്തി ഒരു പായ്വഞ്ചി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കളിപ്പാട്ടം തൻ്റെ കൂട്ടുകാരൻ്റെ മകനായിട്ടുള്ള ഹമീദിന് കൊടുത്തു എന്ന തോന്നലിൽ യൂസഫ് ഹമീദിൻ്റെ പുസ്തകം മാറ്റിവെക്കുകയും അധ്യാപകനിൽ നിന്നും വഴക്ക് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും യൂസഫും തമ്മിലുള്ള അടുപ്പം ചിത്രീകരിക്കുന്നതും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സിനിമയാണിത്.
യൂസഫ് പലപ്പോഴും അച്ഛനെ സഹായിക്കുമായിരുന്നു. തേനെടുക്കാൻ പോകുന്ന സമയത്ത് മരത്തിൻ്റെ താഴെ നിന്ന് തൊട്ടിയും പുകക്കൂടും ഒക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ അപസ്മാരം വന്ന അച്ഛനെ സംരക്ഷിക്കുന്നതും യൂസഫായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ഷാമം വന്ന സമയത്ത് കാട്ടിൽ തേനെടുക്കാൻ പോയ അച്ഛൻ തിരിച്ചു വന്നില്ല. അവൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാത്തിരുന്നു. അച്ഛൻ്റെ കിടപ്പുമുറിയിൽ നിന്നും യൂസഫിന് ആ പായ്വഞ്ചി കിട്ടി. കുറ്റബോധം കാരണം അവൻ അത് ഹമീദിന് തന്നെ കൊടുത്തു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ തിരിച്ചു വന്നില്ല. അങ്ങനെ ഒരു ദിവസം അച്ഛൻ മരണപ്പെടുകയാണ്. ഈ വിവരം അറിയാതെ സ്കൂളിലെത്തിയ യൂസഫിന് പാഠപുസ്തകം വായിക്കാതെ അധ്യാപകൻ ബാഡ്ജ് നൽകുന്നുണ്ട്. കൂട്ടുകാർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയ യൂസഫ് അവിടെ കണ്ട ആളുകളെ കണ്ട് അമ്പരക്കുകയാണ്. അവൻ്റെ അച്ഛൻ വളർത്തുന്ന പരുന്ത് കാണിച്ച വഴിയിലൂടെ അവൻ അച്ഛനെ തേടി കാട്ടിനുള്ളിലേക്ക് നടന്നു. ഇരുളും തണുപ്പും നിറഞ്ഞ വിജനതയിൽ ആ വലിയ വൃക്ഷത്തിന്റെ കീഴിൽ വേരുപടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടു കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ സിനിമ അവസാനിക്കുന്നു.